ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദോശയും ചമ്മന്തിയും ഓംലെറ്റും രസവടയും പിന്നെന്തോ വേണം. ഓംലെറ്റിന്റെയും തട്ടുദോശയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ദേ കൂത്തി വരുന്നു എന്റെ അപ്പച്ചി. കൊള്ളാം. തട്ടുകട. അമ്മു, എന്താ ഇത്? ഞാൻ അമ്മുന്റെ മുഖം ഒന്ന് കണ്ടില്ലല്ലോ. ആ മാസ്ക് ഒന്ന് മാറ്റോ? ഞാൻ പോട്ടെ, വന്നിട്ട് ഒരുപാട് നേരമായി. ഞാൻ പോവാണേ. ആ മുഖം ഒന്ന് കണ്ടോട്ടെ ഞാൻ. ഈ മുഖം കണ്ടപ്പോ എന്തോ മുൻജന്മ പരിചയം പോലെ. ഞാൻ പോട്ടെ. നിക്ക്, എന്റെ ഭർത്താവിനെ കാണണ്ടേ? അമ്മു കണ്ട് പരിചയപ്പെട്ടിട്ട് പോ. പിന്നെ ആവാം. ഏതായാലും ചേച്ചിയെ പൊന്നുപോലെ നോക്കുന്ന ഒരാളായിരിക്കും. അതെങ്ങനെ അറിയാം? അത് ചേച്ചിയുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ തന്നെ അറിയാലോ. എന്നാ ഞാൻ പോട്ടെ. ആ പോയത് ഇവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടൊരു കുട്ടിയാ. നല്ല വിനയുള്ള ഒരു കുട്ടി. അതെ വിനുവേട്ടാ, ഏതോ നല്ല രക്ഷകർത്താക്കൾ വളർത്തിയ കുട്ടിയാ. വിനുവേട്ടന്റെ ഒരനിയത്തി ആവാനും കൊള്ളാം. മാധവേട്ട, ഗുളിക കഴിച്ചില്ല അല്ലേ? കഴിക്കാം. മാധവേട്ട, എന്താ പറ്റിയേ? ഒന്നുമില്ല ചന്ദ്രു, ഓരോന്നാലോചിക്കുമ്പോ മനസ്സിനകത്തൊരു വിങ്ങല. ഇപ്പൊ എന്താലോചിച്ചിട്ടാ ഇത്? ദേ, ഒരു കാര്യം മറക്കരുത്, നമ്മളെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തകളാ. ശല്യപ്പെടുത്തുന്ന ചിന്തകളാണെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൂടെ? നമ്മുടെ മോൻ വിനുവിന് അബദ്ധം പറ്റി കാണുവോ ചന്ദ്രു? മാധവേട്ട, അല്ല, എനിക്കെന്തോ അങ്ങനൊരു തോന്നല്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവനാ. ഈ ലോകത്തിന്റെ ചതിയും വഞ്ചനയും ഒന്നും അവന് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. മീനാക്ഷിയുടെ കാര്യത്തിലാണോ മാധവേട്ടന് സംശയം? അതെ. മനോജിന്റെ വീട്ടിൽ നിന്ന് നാളെ തൊട്ടേ എനിക്ക് മീനാക്ഷി അറിയാം. അവള് നല്ല കുട്ടിയാ. അതെ, അന്ന് മുതലല്ലേ അറിയൂ. അതിന് മുന്നേ അവളെ അറിയുന്നത് അവള് പറഞ്ഞു തന്ന കഥകളിലൂടെയല്ലേ? അത് സുചിത്രയുടെ അമ്മയുടെ കൂടെ ആയിരുന്നല്ലോ മീനാക്ഷി താമസിച്ചത്. അറിയാൻ ചന്ദ്രു, അതും ഈ അടുത്ത കാലത്തല്ലേ. ജീവനൊടുക്കാൻ പോയ മീനാക്ഷിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നവനാ വിനു. ആ വിനുവിനെ അവള് മരണത്തിലേക്ക്. മാധവേട്ട, ഇല്ല, ഒരിക്കലും ഇല്ല. പാടില്ല, അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല. വിനുവിന് നമ്മളില്ലേ? നമുക്ക് മീനാക്ഷിയുടെ നീക്കങ്ങളൊക്കെ നോക്കാം. തൽക്കാലം മാധവേട്ടൻ മീനാക്ഷിയെ തിരക്കിയ ഒരാളിവിടെ വന്ന കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട. ഇല്ല ചന്ദ്രു, തൽക്കാലം ആരും അറിയുന്നില്ല. ഏതായാലും നീ ഒരു കാര്യം ഓർത്തോ, ആ ഷാജി അഡ്രസ് തെറ്റി വന്നവനല്ല, മീനാക്ഷിയെ തേടി തന്നെ വന്നവനാ. അതുകൊണ്ട് അവൻ ഇനിയും വരും.
ഉറപ്പാ. അവൻ വരുന്നത് വിനുവില്ലാത്ത ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂത്ത ജിതേന്ദ്രന് കുട്ടികളുണ്ടോ? എത്ര നാളായിട്ട് അവനെ അവളും ചികിത്സ നടത്തുന്നു? ഫലം കണ്ടോ? ഇല്ല. ഹരിതയ്ക്കൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തതാ. എന്നിട്ടെന്തായി? ഇപ്പൊ ജഗനും അവനേതോ കണ്ടവന്റെ കുട്ടിക്ക് കാവല് കിടക്കുന്നു. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വേണം. അല്ലെങ്കിൽ കാരണവന്മാരായിട്ടുണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടു പോവും. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഈ കുടുംബത്തിലെ ഗ്രഹനാഥ നീയാ. നീ വേണം കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കാൻ. വിദ്യ വരുന്നു. കുട്ടികളുണ്ടാകാത്തതിനെ കുറിച്ച് നീ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. പാവത്തിന് സങ്കടമാവും. അല്ല, ഒരുപക്ഷെ അവളുടെ കുഴപ്പം കൊണ്ടല്ലെങ്കിലോ? അമ്മേ അമ്മേ, ഒരു കൂട്ടം കാണിച്ചു തരാം. അമ്മേ, പിന്നെ ഇന്നേ അമ്മയുടെ കൈ കൊണ്ട് പാൽപ്പായസം വെച്ച് ഇവിടെ എല്ലാവർക്കും കൊടുക്കണം. അതെന്താ പെട്ടെന്ന് നിനക്കൊരു പായസക്കൊതി? ഇന്ന് നിന്റെ പിറന്നാളാണോടാ? ആണോ സുമലതേ? അല്ല, ഇവന്റെ പിറന്നാള് ധനുമാസത്തിലല്ലേ? ഇത് പിറന്നാളിന്റെ ഒന്നും അല്ലമ്മേ. നമ്മുടെ ജഗൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ്സോ? എന്ത് ബിസിനസ്സാടാ? അത് അതൊക്കെ അവിടെ നിക്കട്ടെ. ഏതായാലും വരുമാനമുള്ള ബിസിനസ് ആണെന്നറിയാം. ഇതേ ഏതായാലും എന്നെ പോലെ ജോലിക്കൊന്നും പോകാതെ ജഗൻ വീട്ടിൽ കയറിയൊന്നും നിൽക്കുന്നില്ലല്ലോ. പയ്യെ പയ്യെ എനിക്കും തുടങ്ങണം ഒരു ബിസിനസ്. മോനെ, ജഗൻ എന്ത് ബിസിനസ്സാടാ തുടങ്ങിയോന്ന് പറ. അതൊക്കെ പിന്നെ പറയാം. ആദ്യം അമ്മ പോയി പായസം ഉണ്ടാക്ക. അവൻ എന്ത് ബിസിനസ് തുടങ്ങിയെന്നൊന്ന് പറയടാ. ജഗന്റെ പുതിയ ബിസിനസിന്റെ വീഡിയോ എന്റെ മൊബൈലിൽ വന്നിട്ടുണ്ടമ്മേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ജഗന്റെ പുതിയ ബിസിനസ്, തട്ടുകട. ദോശയും ചമ്മന്തിയും ഓംലെറ്റും രസവടയും പിന്നെന്തോ വേണം. ഓംലെറ്റിന്റെയും തട്ടുദോശയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ദേ കൊതി വരുന്നു എന്റെ അപ്പച്ചി. കൊള്ളാം. തട്ടുകട. മാനത്തെ കൊട്ടാ